11 സംഖ്യകളുടെ ശരാശരി 66 ഒരു സംഖ്യ കൂടി ചേർത്തപ്പോൾ ശരാശരി 72 ആയി. അങ്ങനെയെങ്കിൽ ചോദ്യം ഇതാണ്, ചേർത്ത സംഖ്യ ഏത്? ഓപ്ഷൻ എ 138, ബി 128, സി 130, ഡി 100. ഇവിടെ 11 സംഖ്യകളുടെ ശരാശരി 66 അങ്ങനെയെങ്കിൽ 11 സംഖ്യകളുടെ ആകെ തുക കണ്ടുപിടിക്കാനായിട്ട് 11 × 66 ഈസ് ഈക്വൽ ടു 726. അതുപോലെ തന്നെ 12 സംഖ്യകൾ വരുമ്പോൾ ശരാശരി 72 അപ്പോൾ 12 സംഖ്യകളുടെ തുക 12 × 72, അത് നമുക്ക് 864 എന്ന് കിട്ടും. ഇനി നമുക്ക് പുതിയതായി ചേർത്ത സംഖ്യ കണ്ടുപിടിക്കാൻ 864 - 726 ചെയ്യുക. അപ്പോൾ ആൻസർ 138 എന്ന് കിട്ടും. ഇത് നമുക്ക് ബേസിക് ആയിട്ടുള്ള രീതിയിലാണ് സോൾവ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് എളുപ്പ വഴിയിലൊന്ന് കണ്ടെത്തി നോക്കിയാലോ. ഓക്കെ, ഇവിടെ 11 സംഖ്യകളുടെ ശരാശരി 66. അതുപോലെ തന്നെ 12 സംഖ്യകളാകുമ്പോൾ അത് ശരാശരി 72 വരും. അതായത് ഇവിടെ നമുക്ക് 12ാമത് ചേർത്ത സംഖ്യ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ 12th നമ്പർ കണ്ടുപിടിക്കാനായിട്ട് ആദ്യം നമ്മൾ പഴയ ശരാശരി, അതായത് ആദ്യം 66 ഉണ്ടായിരുന്നു അല്ലേ. 12ാമത് ചേർത്ത സംഖ്യ 66 തന്നെ ആയിരുന്നെങ്കിൽ ഇവിടെ ശരാശരിയിൽ വ്യത്യാസം ഒന്നും തന്നെ വരുമായിരുന്നില്ല. പക്ഷെ ഇവിടെ 12ാമത് ഒരു സംഖ്യ ചേർത്തപ്പോൾ ശരാശരി 6 കൂടുകയാണ് ചെയ്തത് അല്ലേ. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ 12 സംഖ്യകൾക്കും 6 വീതം നമുക്ക് കൂട്ടണം അല്ലേ. അതായത് 12 × 6 ചെയ്യുക. അതായത് 12ാമത് ചേർത്ത സംഖ്യ 66 ആയിരുന്നെങ്കിൽ എന്താണ്, നമുക്ക് ശരാശരിയിൽ വ്യത്യാസം ഒന്നും തന്നെ വരില്ലായിരുന്നു. അപ്പോൾ ആ 66ന് പുറമെ 12 സംഖ്യകൾക്കും 6 വീതം കൂടിയിട്ടുണ്ട്. അപ്പോൾ പുതുതായി ചേർത്ത സംഖ്യ കണ്ടെത്താൻ 66 + 12 × 6 72. അപ്പോൾ ആൻസർ നമുക്ക് 138 എന്ന്